നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ സ്വയം വിലയിരുത്താൻ ഉതകുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യമായ വിശപ്പ് എന്നുള്ള ഘടകത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ അരുൺ കൃഷ്ണൻ. ശരീരത്തിൻ്റെ ഒരു മാനസികമായ ആഗ്രഹമാണ് വിശപ്പ് എന്ന് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായ പോഷകം കുറഞ്ഞു വരുന്ന അവസ്ഥകളിൽ ശരീരം നമ്മെ തന്നെ ഓർപ്പിക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ കഴിച്ച ആഹാരം ദഹിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും മിനറലുകളും ശരീരത്തിലോട്ട് എത്തി ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണമെന്നാണ് ശരീരം ഇതിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. ഗിർലിൻ എന്ന ഹോർമോൺ നമുക്ക് വിശപ്പുണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുമ്പോൾ ലിപ്റ്റിൻ എന്ന ഹോർമോൺ നമ്മുടെ വയറ് നിറഞ്ഞു എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. ഈ 2 ഹോർമോണുകളുടെയും കൃത്യമായ റെഗുലേഷനാണ് നമ്മുടെ വിശപ്പ് എന്ന പ്രതിഭാസം. എന്നാൽ പലപ്പോഴും ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് വിശപ്പ് കുറഞ്ഞു വരുന്ന അവസ്ഥകളുണ്ട്. അത്തരം അവസ്ഥകളിൽ നമ്മൾ ആഹാരം ലഘൂകരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന പഥ്യം എന്ന് പറയുന്ന കാര്യം ഇതുതന്നെയാണ്. എന്നിരുന്നാൽ പലപ്പോഴും നമ്മുടെ സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം മരുന്നുകൾക്കാണ് പഥ്യം എന്നുള്ളതാണ്. എന്നാൽ ശരീരത്തെയും ആരോഗ്യസ്ഥിതിയെയും മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്തിൽ മരുന്നുകൾക്ക് പ്രവർത്തിക്കാൻ അനുവദനീയമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിലെ പഥ്യം കൊണ്ട് കണക്കാക്കപ്പെടുന്നത്. വിശപ്പ് എന്ന് പറയുന്നത് പ്രധാനമായും അതിന് 2 ഭാവങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. ഒന്നാമത്തെ ഭാവം ഒട്ടും വിശപ്പില്ലാത്തൊരവസ്ഥ, രണ്ടാമത്തെ ഭാവം നല്ലപോലെ വിശപ്പുള്ളൊരവസ്ഥ. ഒട്ടും വിശപ്പില്ലാത്ത അവസ്ഥകൾ തന്നെ 2ആയിട്ട് ഉള്ള സാഹചര്യത്തിൽ നമുക്ക് കാണാം. ഒന്ന് പെട്ടെന്ന് വിശപ്പില്ലാത്തൊരവസ്ഥ വരുന്നു, 2 ഗ്രാജുവലി വിശപ്പില്ലാത്തൊരവസ്ഥ വരുന്നു. പെട്ടെന്ന് വിശപ്പില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കൊണ്ടുണ്ടാവാം, സ്ട്രെസ് മൂലമുണ്ടാവാം, അജീർണം മൂലവും ഉണ്ടാവാം. എന്നാൽ നല്ല രീതിയിലുണ്ടാകുന്ന വിശപ്പ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ്, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം കൊണ്ടുണ്ടാവാം. ഈ സാഹചര്യങ്ങൾക്ക് പുറമെ ആയുർവേദത്തിൽ ഭസ്മക രോഗം എന്ന് അറിയപ്പെടുന്ന ഒരു പൈത്തിക വികാരം കൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ആഹാരം കഴിച്ച ഉടനെ തന്നെ അതിനെ ദഹിപ്പിച്ചു ഭസ്മമാക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ ശരീരത്തിലേക്ക് ആവശ്യമായ ഊർജം എത്തിക്കാതെ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ശ്രദ്ധ പുലർത്തുകയാണ് നാം പലരും ചെയ്യുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഊർജം എത്തിച്ചേരാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അത് മാൽന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറോസിസ്, അമനോറിയ, ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയ അവസ്ഥകളിലേക്ക് നമ്മളെ എത്തിച്ചേർക്കാനും സാഹചര്യം ഒരുക്കുന്നു. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശക്കുന്നില്ലെങ്കിൽ പോലും നാം 2, 3, 4 വട്ടം ഒരു ദിവസം ആഹാരം കഴിക്കുന്നു എന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈവനിങ് നേരങ്ങളിൽ കട്ടിയായ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പമോ കുടുംബത്തിനൊപ്പമോ വൈകിട്ടുള്ള നേരങ്ങളിൽ നാം കഴിക്കുന്ന ആഹാരം അതികഠിനമായി മാറുന്നു. ഇത് 2 ശരീരത്തെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ശരീരത്തിന് ആവശ്യമായ രീതിയിൽ ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നവർ 2 നേരം മാത്രമോ, കായികപരമായി ജോലി ചെയ്യുന്നവർ 4 നേരം വരെയോ ആഹാരം കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല.